നമ്മൾ ഇട്ട് വെച്ച ആ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഞാൻ മധുമോഹൻ. ഞാൻ 2 മാസങ്ങൾക്ക് മുമ്പ് ഇഷ്ടംപോലെ മാമ്പഴങ്ങൾ ധാരാളമുള്ളൊരു സമയത്ത് നമ്മുടെ നാടൻ മാമ്പഴങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ട് പഴുത്ത മാമ്പഴങ്ങൾ വീണ്ടും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളൊരു സംവിധാനം പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പൊ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നതാണ്, ഇന്നിപ്പോൾ ആരും അതിനെ ശ്രമിക്കാറില്ല. അപ്പൊ അന്ന് ചെയ്ത ആ പഴമാങ്ങ ഉപ്പിലിട്ട ആ ഭരണിയാണ് ദേ ഇത്. അന്ന് നമ്മൾ പഴമാങ്ങ ഉപ്പിലിട്ട ഭരണിയാണ്. ഇതിനകത്ത് ആ പഴമാങ്ങകൾ ഇരിപ്പുണ്ട്. അതിനെ എടുത്ത് ഇപ്പൊ 2 മാസത്തിന് ശേഷം ആ പഴമാങ്ങ എങ്ങനെ ഇരിക്കുകയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ന് നമ്മളിട്ട ആ പഴമാങ്ങകളാണ് ഈ കാണുന്നത്. 2 മാസം കഴിഞ്ഞു. പഴമാങ്ങകൾ നമുക്ക് ഉപ്പിലിട്ട് കുറേ നാൾ വെച്ച് ഉപയോഗിക്കാമെന്ന് പലരും പഴയ ആൾക്കാർക്ക് അറിയാം, പക്ഷെ പുതിയ ആൾക്കാർക്ക് അത്ര അറിയണമെന്നില്ല. നമുക്ക് ആ മാങ്ങ ഒന്ന് എടുത്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. ഇവനാണ് സാധനം. അപ്പൊ ഇവനെ കൊണ്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ. എങ്ങനെയായിരിക്കും, നമുക്കൊന്ന് ചെയ്തു. അപ്പൊ നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് മാങ്ങകൾ ഇങ്ങനെ എടുക്കാം. നല്ല നാടൻ നാട്ടുമാങ്ങയാണ് കേട്ടോ, നല്ല സ്വയംഭൻ സാധനം. ഇത് തൊലിയോടെ അല്ലല്ലോ പുളിശ്ശേരി വെക്കേണ്ടത്, ഇതിന്റെ തൊലി കളഞ്ഞിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും തൊലി കളഞ്ഞ് നമുക്ക് ഈ മാമ്പഴം തൊലി കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട സമയത്ത് എങ്ങനെയിരുന്നു ആ മാമ്പഴം, അതുപോലെ തന്നെ അതായിരിക്കുന്നു. എത്ര വൃത്തിയായിട്ടിരിക്കുന്നു കണ്ടോ. അപ്പൊ ഞാൻ 4 മാങ്ങകൾ മാത്രമേ ഇന്ന് എടുത്തുള്ളൂ. ഇന്ന് എനിക്ക് 4 മാങ്ങയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പൊ ബാക്കി നമ്മൾ ഈ മാങ്ങകൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം വെച്ചതുപോലെ വീണ്ടും ഭദ്രമായിട്ട് ഇതിനെ കെട്ടി മുറുക്കി നമ്മൾ അടച്ചങ്ങ് വെക്കുക. ഇനി എന്നാണ് നമുക്ക് ആവശ്യം വരുന്നത്, നമുക്ക് അടുത്ത മാസമേ ആവശ്യമുള്ളൂ. അടുത്ത മാസം എടുത്താൽ മതി. അടുത്ത ആഴ്ച ആവശ്യമുണ്ടോ, നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അപ്പൊ ഞാൻ അതിനെ അങ്ങ് കെട്ടി മുറുക്കി മാറ്റി. അപ്പം അതിനെ ഭദ്രമാക്കി മാറ്റി. ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒരു 2 പച്ചമുളക് കീറിയതും ഒരല്പം കരിയാപ്പലയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ 4 മാങ്ങകൾ എടുത്ത് നമുക്കൊരു കറി ഒന്നുണ്ടാക്കി നോക്കാം. നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി, നാട്ടുമാങ്ങയുടെ പുളിശ്ശേരി. അതിൻ്റെ കൂടെ ഞാൻ അതിൽ കിടന്ന കുറച്ച് കാന്താരി മുളകും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടുക കേട്ടോ. കറി വെക്കാനുള്ള അരപ്പ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഈ അരപ്പിലാണ് ഈ കറി വെക്കുന്നത്. അത് തേങ്ങായും വെളുത്തുള്ളിയെ കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. നമ്മൾ ഈ 4 മാങ്ങകളും ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഈ പൊടിവർഗ്ഗങ്ങൾ മുഴുവൻ ഇതിനകത്തേക്ക് ഇടുക. നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത്യാവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി. അരിഞ്ഞു വെച്ച പച്ചമുളകും നമ്മൾ ആ ഉപ്പിലിട്ട കാന്താരി മുളകും കൂടെ നമ്മൾ അതിനകത്ത് ഇടുക. ഒരു കതിർപ്പ് കരിയാപ്പിലയും കൂടി ഇതിനകത്ത്. ഇനി ഇതിനെ നന്നായി നമുക്കൊന്ന് വേവിക്കണം. ഞാൻ 4 മാങ്ങയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ സുഹൃത്ത് സമ്മതിച്ചില്ല, 2 മാങ്ങ കൂടെ ഇടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 മാങ്ങ കൂടി ഇട്ടിട്ടുണ്ട്, 6 മാങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാമല്ലോ. ഇതിനെ അടച്ചു കൊടുത്ത് നന്നായി അവിടെ ഇരുന്നതൊന്ന് വേവണം. ആ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കണം, ഈ ചൂടൊന്ന് മാറി കിട്ടണം. അപ്പൊ നമുക്കിതിനെ ഒന്ന് തുറന്നു വെച്ച് ഇതിന്റെ ചൂടൊന്ന് കുറച്ചെടുക്കാം. ഇതിന്റെ ആ തിളച്ചു വന്ന വലിയ ചൂട് അങ്ങോട്ട് കുറഞ്ഞപ്പോഴേ ഇതിനകത്തോട്ട് നമ്മൾ ആ അരച്ചു വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന ആ മിശ്രിതം ഇതിനകത്തോട്ട് ചേർക്കുക. തേങ്ങ ഒരുപാട് വെന്ത് വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ ചൂട്, വലിയ ചൂടൊന്ന് മാറിയതിന് ശേഷം, എന്ന് പറഞ്ഞാൽ ചൂട് കുറവില്ല, അല്പം ചൂടുണ്ട്, നമ്മൾ അതിനെ ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. കുറവുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു അല്പം തൈരും കൂടി നമ്മൾ ചേർക്കുകയാണ്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. കടുക് വറുത്ത മിശ്രിതം അത് തയ്യാറായിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പൊ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായി കഴിഞ്ഞു. മാമ്പഴ പുളിശ്ശേരി റെഡി. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പൊ
പറഞ്ഞപ്പോഴേ ഇത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയപ്പോഴേ അതൊന്ന് കഴിച്ചു നോക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കും തോന്നി. നിങ്ങൾ ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതെങ്ങനെയാണ് അതിൻ്റെ രുചിയെന്നൂടെ ഒന്ന് അറിയണമല്ലോ. അപ്പം ഞാനതൊരു ശകലം ഒന്ന് കഴിച്ചു നോക്കാൻ പോകും. നല്ല പാകമായി കിടക്കുന്ന മാമ്പഴ പുളിശ്ശേരി. ആ മാങ്ങ അങ്ങോട്ട് ഞെവിടി അങ്ങോട്ട് ചേർത്ത് എങ്കിൽ മാത്രമേ അത് ശരിയാവൂ. ആ എന്ത് ടേസ്റ്റാണെന്നറിയാം. ഒരു കറിയും വേണ്ട, മറ്റു കറികളൊന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. നമുക്ക് ചോറുണ്ണുന്നതിന് ഒരു കറിയും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ പുളിശ്ശേരി കൊണ്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. നല്ല രുചിയാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്ത് കഴിച്ചു നോക്കുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാവർക്കും നമസ്കാരം.